കൊച്ചി പനമ്പള്ളിനഗറിലുള്ള RDS അവന്യൂ 1-ന്റെ പില്ലേഴ്സ് തകർന്നു. ഇന്ന് രാവിലെ ഞങ്ങൾ ഫ്ലാറ്റിലിരുന്നപ്പം ഭയങ്കര ഒരൊച്ച RDS നിന്ന് കേട്ടായിരുന്നു. പക്ഷേ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ബാൽക്കണിയിൽ ഇറങ്ങി നോക്കിയപ്പോഴത്തേനും അവിടെ അന്നേരം ഒന്നും ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് RDSന്റെ പില്ലേഴ്സിനാണ് കുഴപ്പമെന്നുള്ളത്. പിന്നെ അവിടെ അന്വേഷിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ആദ്യമൊന്നും അവരകത്തേക്ക് കയറ്റി വിടുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഫോട്ടോസ് കിട്ടിക്കഴിഞ്ഞാൽ അത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ സീരിയസ്നെസ് എന്തോരം ഉണ്ടെന്നുള്ളത്. പിന്നെ അവിടെ നിറയെ മീഡിയാസ് ആയിരുന്നു, പക്ഷേ അവരെ അകത്തേക്ക് കയറ്റുന്നുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഫയർഫോഴ്സിൻ്റെ വണ്ടി വന്നു. ആ വണ്ടി വന്നത് ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിൽ ആ സൈഡിലാണ്, കാരണം ഈ RDSന്റെ ബാക്ക് സൈഡിലാണ് ഞങ്ങളുടെ ഫ്ലാറ്റ്. അപ്പോൾ അവിടെ വന്ന് വണ്ടി തിരിക്കാൻ വന്നപ്പോഴത്തേനും അതിൻ്റെ ഒച്ച കേട്ടിട്ടാണ് ഞാൻ ബാൽക്കണിയിലേക്ക് ഇറങ്ങി ചെന്നത്. ഞങ്ങളുടെ ഫ്ലാറ്റിൽ നിന്ന് നോക്കിയാൽ നേരെ കാണുന്നുണ്ടല്ലോ RDSന്റെ പൂളാണ് കേട്ടോ. ഞങ്ങൾ വന്ന സമയത്ത് ഭയങ്കര രസമായിരുന്നു കാണാൻ. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കാരണം ആ പൂള് പിന്നെ അവർ പൊളിച്ചു കളയുകയാണ് ചെയ്തത്. ഇനി ലീക്കാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല. അതിൻ്റെ താഴെയായിട്ട് നേരത്തെ അമ്മ സ്കാനിങ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടൊരു സ്കാനിങ് സെൻറ്റർ ഉണ്ടായിരുന്നു. അതൊക്കെ പിന്നീട് പൂട്ടി പോവുക ചെയ്തത്. ഇനി ഇതിൻ്റെ എന്തെങ്കിലും ലീക്കായിരുന്നോ എന്ന് എനിക്കറിയാൻ വയ്യ. അത് കഴിഞ്ഞിട്ട് അവരത് മൊത്തം നികത്തുകയാണ് ചെയ്തത്. നികത്തി അതവിടെ ആ ഒരു ഇതിൽ ഒരു ഓപ്പൺ ആയിട്ടൊരു സ്പേസ് ആയിട്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 2 years ആയിട്ടുണ്ട് അവിടെ പണി നടക്കുന്നത്. ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നെങ്കിലും പിന്നെ ആ ഷീറ്റൊക്കെ ഇട്ട് മറച്ചത് കൊണ്ടിട്ട് ഞങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ട് അറിയുന്നുണ്ടായിരുന്നില്ല. കണ്ടില്ലേ നിങ്ങൾ ഇതിൻ്റെ പില്ലറിൻ്റെ അവസ്ഥ കണ്ടില്ലേ? വലിയ രീതിയിൽ അവിടെ പണി നടക്കുന്നുണ്ടായിരുന്നു. ഇതേ കണ്ടില്ലേ ഒരാൾ കൊണ്ടുവന്ന് വേസ്റ്റ് തട്ടുന്നത്. എനിക്ക് തോന്നുന്നത് ആ പൊളിഞ്ഞ പില്ലറിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നിയത്. അവിടെ മലയാള മനോരമയുടെ വീഡിയോഗ്രാഫർ നിന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഈ പില്ലറിൻ്റെ അവസ്ഥ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഊഹിക്കാമല്ലോ അതിൻ്റെ സീരിയസ്നെസ് എന്തോരം ഉണ്ടെന്നുള്ളത്. ഫയർഫോഴ്സും പോലീസും ഒക്കെ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഭാഗ്യത്തിന് ആർക്കും ഒന്നും പറ്റിയില്ല.